ആലപ്പുഴ മാന്നാറിലെ ശ്രീകലയുടെ കൊലപാതകത്തിൽ പിടിയിലായ 4 പേർക്കും പങ്കെന്ന് റിമാൻഡ് റിപ്പോർട്ട്. മൃതദേഹം മറവു ചെയ്തത് എവിടെയെന്നറിയില്ലെന്ന് പോലീസ്. കലയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല. പ്രതികളെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? വേണുബാലകൃഷ്ണൻ, റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 4 പ്രതികൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ 3 പ്രതികൾ നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതിൽ 2ാം പ്രതി ജിനു ഈ എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് പറയാം, അത് സ്ഥലം കാണിച്ചു തരാം, അവിടെ എത്തി തെളിവെടുപ്പിന് കൊണ്ടുപോകാമെന്ന് ഈ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. മാന്നാർ പോലീസിനാണ് ആദ്യം ഇത് സംബന്ധിച്ച് സുരേഷ് എന്ന മുഖ്യ ദൃക്സാക്ഷിയാണ് ഇത് സംബന്ധിച്ച് ആദ്യം മാന്നാർ പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഊമക്കത്തിനെ സംബന്ധിച്ചുള്ള കാര്യമൊന്നും നിലവിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല. ദൃക്സാക്ഷിയായിട്ടുള്ള ഈ കൊല്ലപ്പെട്ട കലയുടെ ബന്ധു കൂടിയായിട്ടുള്ള സുരേഷ് കുമാറാണ് ആദ്യം മാന്നാർ പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കുകയും പിന്നീട് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടുകൊണ്ട് അമ്പലപ്പുഴ DYSPക്കും CIക്കും അന്വേഷണ ചുമതല കൊടുക്കുന്നു. ഇതിൽ 4 പ്രതികൾക്കും പങ്കുണ്ട്. 1ാം പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ 2ാം പ്രതിയെ സമയപരിമിതി മൂലം സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വലിയ പെരുമ്പുഴ പാലം ത്തിൽ വെച്ചാണ്, കാറിനകത്ത് വെച്ചാണ്, ഒരു ചുമല വാഹനം, മാരുതി വാഹനത്തിനകത്ത് വെച്ച് വാടകയ്ക്കെടുത്ത വാഹനമാണ്, അതിനകത്ത് വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് ഈ 2ാം പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മറ്റ് പ്രതികളുടെ കുറ്റസമ്മതത്തിൻ്റെ വിശദാംശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടില്ല. ഒപ്പം തന്നെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, കാറിനകത്ത് വെച്ച് ഷാൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കരുത്. കാരണം ഈ കേസിലെ 1ാം പ്രതി ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലില്ല. അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അയാൾ വിദേശത്താണ്. അയാൾ പോലീസിൻ്റെ അടുത്ത് ഹാജരാകുമോ എന്ന പോലും പോലീസിന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ 2, 3, 4 പ്രതികളെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. ഈ വിഷയത്തിൽ ഇനിയും കണ്ടെത്തേണ്ട കാര്യങ്ങൾ, ഈ കാർ എവിടെ നിന്നാണെന്ന് കണ്ടെത്തണം. ഒപ്പം തന്നെ കാറിനകത്ത് വെച്ച് കൊലപ്പെടുത്തിയതാണെങ്കിൽ എന്തെങ്കിലും ആയുധമുണ്ടോ എങ്കിൽ അത് കണ്ടെത്തണം. ശവശരീരം ആ സമയത്ത് എവിടെയാണ് മറവ് ചെയ്തതെന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഉറപ്പില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണുബാലകൃഷ്ണൻ, ഈ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് ഈ മൃതദേഹം മറവ് ചെയ്തതെന്നുള്ള യാതൊരു വിവരവും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമില്ല. എവിടെയാണ് മൃതദേഹത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റിയും റിമാൻഡ് റിപ്പോർട്ടിൽ ഒന്നും പറയുന്നത്. എന്നാലും പ്രതികളെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ കോടതി വിട്ടിട്ടുണ്ട്. ഇന്ന് നിലവിൽ ഈ കോടതിയിൽ നിന്ന് നേരെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. അവിടെ നിന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. നാളെ മുതലായിരിക്കും തെളിവെടുപ്പ് ആരംഭിക്കുക. വേണുബാലൻ. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.